ആലപ്പുഴ മണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെയും നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലെയും ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ പലപ്പോഴും ആളുകൾ ചോദിക്കുന്നത് ഈ സർക്കാർ ആശുപത്രിയിലെ വീഴ്ചകൾ മാത്രമേ നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുള്ളൂ. അല്ല, സ്വകാര്യ ആശുപത്രിയിൽ വീഴ്ച സംഭവിച്ചാലും നമ്മളത് ചൂണ്ടിക്കാട്ടുക തന്നെ ചെയ്യണം. തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ 2.5 വയസ്സുകാരിയുടെ മരണത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബം. സ്വകാര്യ ആശുപത്രിയിൽ ശ്വാസം മുട്ടലിന് കുത്തിവയ്പ്പെടുത്തതിന് തൊട്ടുപിന്നാലെ കുഞ്ഞ് ബോധരഹിതയായി എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. എന്നാൽ ഇപ്പോൾ ആരോപണ വിധേയരായ മമൽ ആശുപത്രിയിലെ അധികൃതർ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ്. ഉറിയാക്കോട് സ്വദേശി സിദ്ദിഖിന്റെ മകൾ ആയിഷ ഫാത്തിമയാണ് മരിച്ചത്. ആര്യനാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രതികരണമുണ്ട്, ആദ്യം ഒന്ന് കേട്ടുവരാം. അവർ ഒരു 2 ഇഞ്ചക്ഷൻ എടുത്ത് കയറ്റി എൻ്റെ മോളെ ചീറി ഇങ്ങനെ കോണി പോയിട്ട് ഇങ്ങനെ 3-4 പ്രാവശ്യം മരിച്ചിട്ട് ഇങ്ങ് മയങ്ങി വീണടിച്ചത്. പിന്നെ അതിനുശേഷം കുറേ ഡോക്ടർമാർ ഓടി വന്ന് CPR കുറേ ഒരു 30-40 മിനിറ്റോളം CPR കൊടുത്ത് പിന്നെ നമ്മളെല്ലാവരെയും വെളിയിറക്കി. ആ സമയം ഇപ്പോഴേ ഇറക്കി. അവിടെ വേറെ അടുത്ത പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, അവരെ ഇറക്കി. എന്നിട്ട് കുറേ പ്രാവശ്യം ഇങ്ങനെ ആക്കിയിട്ട് നമ്മളാരും പറയാതെ ഇവർ ആംബുലൻസ് വിളിച്ച് 2 ഡോക്ടർ, അവിടുത്തെ അരുൺ വാര്യർ ഡോക്ടറും ആ അസിസ്റ്റ് ചെയ്ത് ഉണ്ടായിരുന്ന ആ ഡോക്ടർ അസിസ്റ്റ് ചെയ്ത ഡോക്ടറും ഒരു നേഴ്സും അവരും കൂടെ ആംബുലൻസിൽ കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നത്. അപ്പോൾ എവിടെ പോകണമെന്ന് ചോദിച്ചാൽ ഒന്നും പറയും, നമ്മളാരും വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കിടന്ന് ബഹളം വെച്ചപ്പോഴാണ് എൻ്റെ ഉമ്മയും കൂടെ കയറ്റിയത്. ഇതിന് ശേഷം അവർ പറയും എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് നെയ്യാർ മെഡിസിറ്റി കൊണ്ടുപോകണം. അങ്ങനെ നെയ്യാർ മെഡിസിറ്റിയിൽ പിറകെ ഞങ്ങൾ വേറെ വണ്ടിയിൽ പോയി, അവർ ആംബുലൻസിലങ്ങ് പോയി. അതിനുശേഷം നെയ്യാർ മെഡിസിറ്റി അവിടെ പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇതേപോലെ ഇവിടെ കൊണ്ടുവന്നപ്പോഴും മരണപ്പെട്ടാണ് കൊണ്ടുവന്നത്. അരുൺ സോളമനുണ്ട്. അരുൺ സോളമൻ, ഗുഡ് മോർണിംഗ്. അരുൺ സോളമൻ, നമ്മൾ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയുടെയും മണ്ടാനം മെഡിക്കൽ കോളേജിന്റെയും ഒക്കെ വീഴ്ചകളെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരിക്കവെയാണ് ഇന്നിപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഗുരുതരമായ വീഴ്ച കൂടി പുറത്തു വരുന്നത്. അത് കാട്ടാക്കടയിലെ മമൽ ആശുപത്രിയാണ്. ഈ ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം തങ്ങൾക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല എന്നാണ്. പക്ഷേ കുട്ടിയുടെ കുടുംബം പറയുന്നു ഗുരുതരമായ ചികിത്സാ പിഴവുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ചില കാര്യങ്ങളിൽ ദുരൂഹതയുണ്ടെന്നും അവർ ആരോപിക്കുന്നു. എന്താണ് സംഭവിച്ചത് അരുൺ? അരുൺ, ഗുഡ് മോർണിംഗ്. ഇക്കഴിഞ്ഞ 18-ാം തീയതിയാണ് ഈ കാട്ടാക്കട ഉറിയക്കോട് സ്വദേശിയായ സിദ്ദിഖിന്റെയും ഫൈസലത്തിന്റെയും 2.5 വയസ്സായിട്ടുള്ള ആയിഷ ഫാത്തിമയ്ക്ക് കണ്ണിലൊരു ഇൻഫെക്ഷൻ വരുന്നത്. ഈ ഇൻഫെക്ഷന് പിന്നാലെ ഈ കാട്ടാക്കട സ്വകാര്യ ആശുപത്രിയായ മമലില് കൊണ്ടുവരികയായിരുന്നു. അതിന് പിന്നാലെ ഈ 19-ാം തീയതി വീണ്ടും രക്തപരിശോധനയ്ക്കായി ഇവർ നിർദ്ദേശിച്ചു. ഇതിനുശേഷമാണ് ഇന്നലെ കടുത്ത ശ്വാസം മുട്ടിനെ തുടർന്നാണ് വീണ്ടും ഇന്നലെ 10 മണിയോടുകൂടിയാണ് ഈ ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ പിന്നീട് ഇവർ നൽകിയ ട്രീറ്റ്മെന്റുകൾ അതിലൊക്കെയും ഏറെ ദുരൂഹതകളാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. അതിൽ പ്രധാനമായും നെബുലൈസേഷൻ കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം അഡ്രിനാലിന്റെ ഇഞ്ചക്ഷനാണ് നൽകിയത്. ഈ ഇഞ്ചക്ഷൻ നൽകുന്നത് ഈ ഫൈസലത്ത് ഉമ്മയുടെ കൈകളിൽ ഈ ആയിഷ ഫാത്തിമയെ വച്ചിട്ടാണ് ഈ ഇഞ്ചക്ഷൻ നൽകുന്നത്. പക്ഷേ ഇഞ്ചക്ഷൻ നൽകിയ 2 മിനിറ്റ് പോലും എടുത്തില്ല. വളരെ പെട്ടെന്ന് തന്നെ ആ കുഞ്ഞ് ബോധരഹിതയായി വീഴുന്നു എന്നുള്ളതാണ് പിതാവ് സിദ്ദിഖ് പങ്കുവച്ചത്. അതിനുശേഷം ആ കുഞ്ഞിനെ കിടത്തുന്നു. CPR നൽകിയതിനു ശേഷം ഈ ബന്ധുക്കളോട് കാര്യങ്ങളൊന്നും തന്നെ ഈ ഡോക്ടർമാരോ അധികൃതരോ ഒന്നും പറയാതെ വളരെ പെട്ടെന്ന് തന്നെ ഒരു നിഗൂഢമായ നീക്കം പോലെ തൊട്ടടുത്തുള്ള കാട്ടാക്കട നെയ്യാർ മെഡിസിറ്റിയിലേക്ക് ഈ കുഞ്ഞിനെ കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ അതിൽ അരമണിക്കൂറോളം ചികിത്സ വൈകിപ്പിച്ചു എന്നുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു അനാസ്ഥ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ബന്ധുക്കൾ എന്തായാലും പങ്കുവച്ചിരിക്കുന്നത്. ഇതിനുശേഷം അവിടെ എത്തുമ്പോൾ തന്നെ കുഞ്ഞു മരിച്ചു എന്നുള്ളതാണ് നെയ്യാർ മെഡിസിറ്റിയുടെ വിശദീകരണം. പക്ഷേ ഇപ്പോൾ ഈ മമൽ ആശുപത്രിയുടെ വിശദീകരണം അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ ഭാഗത്ത് പിഴവ് സംഭവിച്ചില്ല. നമുക്കൊപ്പം അരുൺ ഇപ്പോൾ ആ കുഞ്ഞിന്റെ പിതാവ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ മമൽ ആശുപത്രിയുടെ അധികൃതർ പറയുന്നത് ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു വിധത്തിലുമുള്ള ഒരു ചികിത്സാ പിഴവും സംഭവിച്ചിട്ടില്ല. കുഞ്ഞിന്റെ നില വഷളായിട്ടാണ് അവിടെ എത്തിച്ചത്. ഈ അഡ്രിനാലിന്റെ ഇഞ്ചക്ഷൻ നൽകിയാൽ കുഞ്ഞിനെ സംഭവിക്കില്ല എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്. ആദ്യമേ അവർക്ക് ഹാർട്ട് ബീറ്റിന് മാത്രമേ പ്രശ്നം ഉണ്ടാകുന്നുള്ളൂ. വേറെ നോർമലായി നടക്കുകയും ഇടയ്ക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അരുൺ ഡോക്ടറിനെ കൊണ്ട് കാണിച്ച് അരുൺ ഡോക്ടറാണ് പറഞ്ഞ് ആദ്യം ആവി പിടിക്കണം, ഓക്സിജൻ കൊടുത്ത് നോർമലായിരുന്ന കുട്ടിക്ക് ആദ്യം ഒരു ഇഞ്ചക്ഷൻ ടെസ്റ്റ് ചെയ്യും. പിന്നെ രണ്ടാമത് പറഞ്ഞ ഇഞ്ചക്ഷൻ ചെയ്തതിനു ശേഷം പെട്ടെന്ന് ചുണ്ടും കോണി പെട്ടെന്ന് അവളെ അബോധാവസ്ഥയിലായി. പിന്നെ അതിനുശേഷം അവിടെ നിന്ന് ഡോക്ടർമാർ തന്നെയാണ് CPR ഒരു അരമണിക്കൂർ അതിനേക്കാളും കൂടുതൽ CPR ഒക്കെ ചെയ്തു. പിന്നെ നമ്മൾ പോലും പറയാതെ അവർ സ്വന്തമായിട്ട് ആംബുലൻസിൽ വിളിച്ച് അവർ കുട്ടിയെ കയറ്റി നെയ്യാർ മെഡിസിറ്റി കൊണ്ടുപോയി ചെയ്തത്. മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ ആംബുലൻസിൽ കയറ്റിയില്ല? എന്നെ കയറ്റിയില്ല, ഞാൻ കയറി എന്നെ ഇറക്കി വിട്ടു. പിന്നെ എന്റെ ഉമ്മയാണ് കയറ്റിയത്. അതിനെന്ത് വിശദീകരണമാണ് പറഞ്ഞത് ഇറക്കി വിട്ടപ്പോ? പറഞ്ഞത് ഞങ്ങളാരും വന്നാൽ അവർ നേരെ നെയ്യാർ മെഡിസിറ്റിയുള്ള വന്നാൽ മതി, നേരെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഈ ആംബുലൻസിൽ കയറ്റുമ്പോൾ നിങ്ങൾ ഇറക്കി വിടുന്ന സമയത്താണ് നെയ്യാർ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന വിവരം പങ്കുവെക്കുന്നത്? അതെ, നേരെ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞിട്ട് പ്രിഫർ ചെയ്തല്ല, അവർ കൊണ്ടുപോയതാണ്. നിങ്ങളുടെ സമ്മതപ്രകാരമാണ് ആശുപത്രി മാറ്റി എന്നുള്ളതാണ് മമൽ ആശുപത്രി പറയുന്നത്. ഉണ്ടായിരുന്നല്ലോ അവിടെ എത്ര ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നു. നമ്മളൊന്നും പറയുന്നില്ല. അവർക്ക് ഇതിനു മുൻപ് ഈ ശ്വാസം മുട്ടൽ വന്നിട്ടുണ്ടോ? ഇല്ല, ഇന്നലെയാണ് ശ്വാസം മുട്ടൽ ഹാർട്ട് ബീറ്റിന്റെ ഒരു പ്രശ്നം വന്നുകൊണ്ട് കൊണ്ടുപോയത്. അവിടെ വെച്ചാണ് ആവി പിടിച്ചോണ്ട് സമയത്ത്
കഴിഞ്ഞ ശേഷം ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ ശ്വാസം മുട്ടലുമായതും പെട്ടെന്ന് മയങ്ങി വീണതും. നെബുലൈസേഷൻ എടുത്തതിന് ശേഷം ഹാർട്ട് ബീറ്റ് നോർമൽ ആയിരുന്നു അല്ലേ? നോർമലായിരുന്നു നല്ല നോർമലായിരുന്നു. ഇപ്പൊ ഞാൻ തന്നെ മോൾക്ക് മുട്ടായിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. മുട്ടായി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെ കൈ പിടിച്ച് ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ബോധം പോയി. അതിനുശേഷം ഈ നെബുലൈസേഷൻ എടുത്തതിന് ശേഷം മകൾ സംസാരിച്ചു നിങ്ങളോടൊക്കെ? ഇല്ല സംസാരിച്ചില്ല. അതേപോലെ അങ്ങ് കുഴഞ്ഞു വീണ് ചെയ്തു. അരുൺ, വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. 2.5 വയസ്സുള്ള കുഞ്ഞാണ് ആയിഷ ഫാത്തിമ. വിട പറഞ്ഞതിന്റെ ആ ഒരു ദുഃഖം അവർക്ക് ഇപ്പോഴും താങ്ങാൻ കഴിഞ്ഞിട്ടില്ല. വളരെയധികം സങ്കടത്തോടുകൂടിയാണ് ഈ കുടുംബം ഇപ്പോൾ കഴിഞ്ഞ. എന്തായാലും ആര്യനാട് പോലീസിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഓക്കെ, കാട്ടാക്കടയിലുള്ള മാമൽ ആശുപത്രിയിലാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കുത്തിവയ്പ്പിന് പിന്നാലെ 2 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് ബോധരഹിതയായി എന്നുള്ളതാണ്. ഗുരുതരമായ ചികിത്സാ വീഴ്ചയാണ് കാട്ടാക്കടയിലെ ഈ സ്വകാര്യ ആശുപത്രിക്കെതിരെ കുടുംബം ആരോപിക്കുന്നത്.